അടുക്കളയിൽ നിന്നും എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി നാളായിട്ട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കൃത്യമായിട്ടൊരു ഫാമിലി ബഡ്ജറ്റ്, അല്ലെങ്കിൽ നമുക്ക് മണി ഏൺ ചെയ്യാം, എങ്ങനെ സേവിങ്സ് ഉണ്ടാക്കാം, വീട്ടമ്മമാർക്ക് അതിന് പറ്റിയ കുറച്ച് ടിപ്സ് ഒക്കെ പറയാമോ ചേച്ചി എന്നുള്ളത്. നമുക്ക് ഒരു സേവിങ്സ് ഉണ്ടാവണമെങ്കിൽ ഒന്നെങ്കിൽ നിലവിലുള്ള വരുമാനം നിലനിർത്തിക്കൊണ്ട് ചെലവ് കുറയ്ക്കുക, അല്ലെങ്കിൽ ചെലവ് അതേപടി നിർത്തിക്കൊണ്ട് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോയിക്കൊണ്ട് വരവ് കൂട്ടുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് സേവിങ്സ് എന്നതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്. പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പണം വരുന്നതും പോകുന്നതും എന്തെന്ന് നമ്മൾ അറിയാറില്ല. എങ്ങനെയാണ് ഈ പൈസയൊക്കെ തീരുന്നതെന്ന് ചിന്തിക്കാറുണ്ട്. അതായത് സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടാവില്ല. നേരെ തിരിച്ചു പറഞ്ഞാൽ ജീവിതത്തിൽ അച്ചടക്കം ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും കയ്യിൽ പൈസ നിൽക്കില്ല. അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളുടെ കയ്യിൽ മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അതിൽ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്കൊരു മന്ത്ലിയോ വീക്കിലിയോ ബഡ്ജറ്റ് ഉണ്ടാക്കാം. നമുക്ക് എത്രയൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നത്, എത്രയൊക്കെയാണ് നമുക്ക് വരവ് കിട്ടുന്നത്, വരവിനനുസരിച്ചാണോ നമ്മൾ ചെലവാക്കുന്നത്, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ എന്തിനൊക്കെ ചെലവാക്കി, എത്രയൊക്കെ നമുക്ക് വരവ് കിട്ടി, വരവിനേക്കാൾ കൂടുതലാണോ നമ്മുടെ ചെലവ്, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് എഴുതി വെക്കാം. ഇതിനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് മൊബൈലിൽ പല ആപ്ലിക്കേഷനുകളുണ്ട്, അല്ലെങ്കിൽ ഇതേപോലത്തെ നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഓരോ വർഷവും നമുക്ക് ഡയറിയോ അതൊക്കെ കിട്ടും. അതിലൊക്കെ നമുക്ക് കൃത്യമായ കണക്കുകൾ എഴുതി വെക്കാം. അതുപോലെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ എന്തായാലും ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. നമ്മൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കാണ്ട് വെറും സഞ്ചിയും കാശുമായിട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തൊക്കെ മേടിക്കണം, കണ്ണി കണ്ടതെല്ലാം നമ്മൾ മേടിച്ച് നമ്മുടെ സഞ്ചി നിറയ്ക്കുന്നത്. നമ്മുടെ സഞ്ചി നിറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സ് കാലിയാന്ന് നമ്മൾ പലപ്പോഴും അറിയാറില്ല. കൃത്യമായി എന്ത് വേണം എന്നൊരു പ്ലാനിങ്ങോട് കൂടിയാണ്, എന്തൊക്കെ വാങ്ങണം എന്നുള്ളൊരു ചിന്തയോട് കൂടി നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ എന്തായാലും ആ സാധനങ്ങൾ മാത്രം മേടിക്കുക, കൂടുതലൊന്നും മേടിക്കാതിരിക്കുക. അതിന് ആവശ്യമായിട്ടുള്ള പൈസ മാത്രം. ഇപ്പൊ എന്നും സാധനങ്ങൾ മേടിക്കുന്ന ഒരാൾക്ക്, അതൊരു വീട്ടമ്മയാണെങ്കിലും ഒരു ഗൃഹനാഥനാണെങ്കിൽ പോലും ആരാണെങ്കിൽ പോലും നമ്മൾക്ക് അതിൻ്റെ വില നിലവാരം അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒരു ഏകദേശം അതിന് വേണ്ടുന്നൊരു റൗണ്ട് ഫിഗർ നമ്മുടെ കയ്യിൽ പിടിക്കുക. ഇപ്പോൾ 600-650 രൂപയോളം വില വരുന്നൊരു സാധനങ്ങളാണെങ്കിൽ നമ്മൾ അത്രയും പൈസ തന്നെ കയ്യിൽ പിടിക്കുക. കൂടുതൽ പൈസ കയ്യിൽ പിടിക്കുമ്പോഴാണ് നമുക്കിതും കൂടി മേടിക്കാം എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരുന്നത്. കൃത്യമായൊരു തുക കയ്യിലുണ്ടെങ്കിൽ കൂടുതലും കാർഡ്സ് യൂസ് ചെയ്യാതിരിക്കുക. ഈ കാർഡ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അധികമായിട്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് തോന്നുന്നത്. പകരം കൃത്യമായിട്ടൊരു എമൗണ്ട് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ എന്തായാലും അത് തന്നെ മേടിക്കുള്ളൂ. വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക, ഇതിനപ്പുറം വില കൂടിയ ഒരു സാധനമോ അല്ലെങ്കിൽ ഇതിനപ്പുറം ബഡ്ജറ്റിൽ ഒരു വസ്തുവോ ഞാൻ മേടിക്കില്ല എന്നുള്ളൊരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച് വേണം ഇറങ്ങാനായിട്ട്. അവിടെ ചെന്ന് അങ്ങനെ ഒരു ഉറപ്പില്ലാത്തൊരു മനസ്സോടുകൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ കടമാണെങ്കിലും മേടിക്കും. അത് നമ്മളെ വലിയൊരു ബാധ്യതയിലേക്കായിരിക്കും നയിക്കുക. പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ അടുത്തൊരു പോയിന്റാണ് നമുക്ക് ഡെയിലി ഉള്ള എക്സ്പെൻസ് എഴുതി വെക്കുക. പലപ്പോഴും പല ആൾക്കാർക്കും എഴുതാൻ പേടിയാണ്. കാരണം ഇത്രയും പൈസ ചെലവായോ എന്നൊരു തോന്നൽ, ഒരു പേടി വരും. സത്യം പറഞ്ഞാൽ ആ പേടി തന്നെയാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. ചില ദിവസങ്ങളിൽ നമുക്ക് പൈസ ഒത്തിരി അധികം ചെലവാകും, ചില ദിവസങ്ങളിൽ ഒട്ടും തന്നെ ചെലവാകില്ല. അപ്പോൾ ആ ദിവസങ്ങൾ പൈസ അധികം എക്സ്പെൻസ് ചെലവ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എന്താണ് അവിടെ അധിക ചെലവ് വന്നത്. ചിലപ്പോൾ അതൊരു 50 രൂപയായിരിക്കാം, അല്ലെങ്കിൽ അതൊരു 1000 രൂപയായിരിക്കാം. അത് എന്താണെന്ന് കണ്ടെത്തി അവിടെ അതിനൊരു കുറവ് വരുത്താൻ പറ്റുന്നിടത്താണ് നമ്മുടെ ജയം. ചിലപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വേണ്ടാത്ത ഒരു കാര്യത്തിനായിരിക്കാം നമ്മൾ ആ പൈസ ചെലവാക്കിയിട്ടുണ്ടാവുക. പിന്നെ ആയിരിക്കും ഓർക്കുക, നമ്മൾ വീടുകളിൽ തന്നെ ഒന്ന് ചുറ്റും നോക്കിയാൽ കാണാം എന്തോരം സാധനങ്ങളാണ് നമ്മൾ ഒരു ഉപയോഗവും ഇല്ലാണ്ട് ഓൺലൈനിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കാശ് കൊടുത്ത് കടയിൽ നിന്നാണെങ്കിലും മേടിക്കുന്നത്. പല സാധനങ്ങളും ഉച്ചേറിയും അല്ലെങ്കിൽ തണുത്തും പൂപ്പൽ പിടിച്ച് നമ്മൾ കളയുമ്പോൾ അതൊക്കെ നമ്മൾ കാശ് കൊടുത്താൽ മേടിക്കുന്നൊരു ചിന്ത നമുക്ക് പലപ്പോഴും വരാറില്ല. അപ്പോൾ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡെയിലി എക്സ്പെൻസ് ഒരു ലിസ്റ്റ് ഇടുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും. ഇതെൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ട്രിക്കൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ടിപ്പാണ്, നമ്മൾക്ക് ചില എക്സ്പെൻസുകൾ
എന്തായാലും ഇത്രയും തന്നെ കൊടുക്കണമെന്ന് നമുക്കറിയാം. എക്സാമ്പിളായിട്ട് കുട്ടികളുടെ ബസ് ഫീസ് അല്ലെങ്കിൽ ഒരു ചിട്ടിയുടെ പൈസ, ഇതെല്ലാം നമ്മളിതാ ഇതേപോലുള്ള കൊച്ചു കൊച്ചു കവറുകളിലോ എൻവലപ്പിലോ ഒക്കെ ആക്കിയിട്ട് നമ്മൾ എടുത്തു വെക്കുക. അതിലും നമുക്ക് ചെറിയൊരു സേവിങ്സ് നടത്താൻ പറ്റും. എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഇപ്പം നമുക്ക് 500 രൂപ ചിലവുള്ള ഒരു കാര്യം, 500 രൂപയല്ല, ഒരു 400 ചില്ലാനം രൂപ ചിലവുള്ള ഒരു കാര്യം. ഇപ്പോൾ എൻ്റെ മക്കളുടെ ബസ് ഫീസ് കൊടുക്കുമ്പോൾ 400 സംതിങ് രൂപയെ അതിന് ചിലവ് വരുന്നുള്ളൂ. പക്ഷെ ഞാൻ അതിലൊരു 500 രൂപയാണ് വെക്കുന്നത്. 10 രൂപയാണെങ്കിലും 25 രൂപയാണെങ്കിലും അതിൽ നിന്ന് എനിക്ക് കുറവ് കിട്ടുമ്പോൾ അത് ചെറിയൊരു സേവിങ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ എമൗണ്ടിൽ നിന്ന് അതിലും ചെറിയൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സേവ് ചെയ്യണമെന്ന ആഗ്രഹമുള്ളവരോടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ത് നിസ്സാരമല്ലേ എന്ന് കരുതുന്നവരോട് കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയും കൊച്ചു കൊച്ചു എമൗണ്ട്സ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. പിന്നെ നമുക്ക് ചെലവുകളെന്ന് പറയുന്നത് പലതരത്തിലാണ്. പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ നമുക്ക് ഫിക്സഡ് ആണ്. അത് നമുക്ക് എന്തായാലും അത്ര എമൗണ്ട് ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച അടച്ചേ പറ്റൂ. എക്സാമ്പിളായിട്ട് EMI, അതുപോലെ തന്നെ കുട്ടികളുടെ സ്കൂൾ ഫീസ് അല്ലെങ്കിൽ ബസ് ഫീസ്, ഓട്ടോ ഫീസ്, ഇതെല്ലാം നമുക്ക് കറക്റ്റ് അത് ഫിക്സഡ് ആണ്. 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ അത്രയും എമൗണ്ട് നമുക്ക് ഫിക്സ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ മാറ്റിവെക്കുക, നമുക്ക് കിട്ടുന്ന വരവിൽ നിന്ന് മാറ്റിവെക്കുക. പിന്നെ അടുത്തതാണ് വേരിയബിൾ എക്സ്പെൻസസ്. അതായത് കൃത്യമായിട്ടൊരു എമൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഏകദേശം ഇത്ര വരും എന്ന് നമുക്കറിയാം. അപ്പം അതിൽ നിന്ന് നമുക്ക് ഇപ്പം നേരത്തെ ഒരു 25 രൂപയോ 10 രൂപയോ ലാഭിച്ച പോലെ എന്തെങ്കിലും നമുക്ക് ആ വേരിയബിൾ എക്സ്പെൻസിൽ നിന്നും ലാഭിക്കാം. ഏറ്റവും നന്നായിട്ട് നമുക്ക് പൈസ ചെലവായി പോകുന്നതും ഏറ്റവും നന്നായിട്ട് ലാഭിക്കാനായിട്ട് പറ്റുന്ന ഒരു എക്സ്പെൻസ് ആണ് മൂന്നാമത്തേത്, ഡിസ്ക്രിയേഷണറി എക്സ്പെൻസസ്. അത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ടൂറ് പോകുന്നതോ, ഇതൊന്നും ചെയ്യണ്ട എന്നല്ല, നമ്മൾ ഇതിനൊക്കെ പോകുമ്പോൾ കണ്ടമാനം പൈസ നമ്മൾ ചിലവാക്കുന്നുണ്ട്. 2000 രൂപ ചിലവാക്കുന്നിടത്ത് ഒരു ടൂറ് പോയി വരുമ്പോഴത്തേനും ചിലപ്പോൾ 5000 രൂപ ചിലവാക്കിയിട്ട് വരുന്നവരുണ്ടാകാം. തിരിച്ചു വന്ന ബാഗ് നോക്കുമ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള ചപ്പും ചവറായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാകാം. എന്റർടൈൻമെന്റ് ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് പലപ്പോഴും പൈസയ്ക്ക് നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ചെലവുകൾ കുറയ്ക്കാനായിട്ട് നമുക്കിതൊക്കെ ഒന്ന് എഴുതി വെക്കാം. നമ്മളൊക്കെ ഒന്നത് എഴുതി വെക്കുമ്പോൾ നമ്മുടെ കൺമുൻപിൽ ഇത് കാണുമ്പോൾ നമുക്കൊരു ചിന്തകൾ വരും. ഈ നമ്പറുകളും അക്കങ്ങളൊക്കെ കൺമുൻപിൽ തെളിയുമ്പോൾ എത്ര രൂപയാണ് നമുക്ക് നഷ്ടം വന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് എൻ്റെ കൊച്ചു കൊച്ചു അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. കൂടുതലായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.